യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനം. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനി വസിക്കേണ്ടത് ഈശോയിലാണ്. ഈശോ നടന്ന വഴിയിലൂടെയാണ് അവൻ നടക്കേണ്ടത്. കാരണം മാമോദിസ സ്വീകരിച്ച ദിനത്തിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ആർഭാടങ്ങളും ലോകത്തിൻ്റേതായ എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളും വിട്ടെറിഞ്ഞ് സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതനായി ഒരു ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മാറിയതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അവൻ പിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. സ്വർഗം ലക്ഷ്യമാക്കിയാവണം അവൻ്റെ യാത്ര. ഈ ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെയോ അല്ല അവൻ സ്നേഹിക്കേണ്ടത്. എൻ്റെ ഈശോയെ, ഇന്ന് ദുഃഖ ശനിയാഴ്ച എൻ്റെ മാമോദിസായിലെടുത്ത വ്രതങ്ങളെ ഞാൻ നവീകരിക്കുന്ന ദിനം. പലപ്പോഴും അങ്ങനെക്ക് തന്ന മാമോദിസായിൽ തന്ന വിശുദ്ധിയുടെ വെള്ളവസ്ത്രം മലിനമായി പോയ അവസ്ഥകളുണ്ട്. ഈശോയെ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ ഒരു നവീകരണ ദിനത്തിൽ എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതവും സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാകാൻ തക്ക വിധത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ, സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ, ഈ ലോകത്തോടും അതിൻ്റെ മോഹങ്ങളോടും പരിപൂർണമായും നോ പറയാൻ, സ്വർഗത്തിലേക്ക് എന്നെ നയിക്കുന്നത് മാത്രം ഞാൻ തിരഞ്ഞെടുക്കാൻ ഈശോയെ എനിക്ക് കൃപ തരണേ. മാമോദിസായിൽ എനിക്ക് തന്ന വെള്ളവസ്ത്രം ഒരിക്കലും മലിനമാകാതെ കാത്തു സൂക്ഷിക്കാനുള്ള അഭിഷേകം എനിക്ക് തരണേ.